കോഴിക്കോട്ടെ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ പലതാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി സിവിൽ ഡിഫൻസ് അക്കാദമി DFO ആൻഡ് ഡയറക്ടർ അരുൺ ഭാസ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഇന്നലെ നമ്മളൊരു വലിയ തീപിടുത്തം കണ്ട് ഏകദേശം അത് നിയന്ത്രണ വിധേയമാക്കാൻ മണിക്കൂറുകൾ സമയമെടുത്തു. അവിടേക്ക് പലപ്പോഴും ഫയർ ഓഫീസർമാർക്ക് എത്താൻ തന്നെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്താണ് അവിടുത്തെ ഒരു തീപിടുത്തത്തിന് കാരണം? അവിടെ ഒരു അണയ്ക്കാൻ ഇത്ര സമയമെടുത്തത് എന്തുകൊണ്ടാണ്? ഓക്കെ, അവിടെ കത്തിയത് ടെക്സ്റ്റൈൽസ് ആണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസും അതിന്റെ ഗോഡൌണും ആണ് കത്തിയത്. അപ്പോൾ അവിടെ ടൺ കണക്കിന് തുണികളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയും വലിയ സ്റ്റോക്കാണ്, അത്രയും വലിയ ഫയറായി. കാരണം അത്രയും മെറ്റീരിയലാണ് കത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അണയ്ക്കാൻ വേണ്ടി എത്ര മണിക്കൂറായാലും എത്ര വണ്ടിയിൽ വെള്ളം നിറച്ചാലും അടയ്ക്കാൻ പറ്റാത്തൊരു തീയായിരുന്നത്. ഒന്നാമത് ആ കേസ്. പിന്നെ അവിടെ എത്താനുള്ള ആക്സസ് വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറാൻ 2 സ്റ്റെയർ ഉണ്ടെങ്കിലും ആ വഴിയെല്ലാം ഫുള്ള് എല്ലാ സ്ഥലത്തും സ്റ്റോക്കെല്ലാം വെച്ചിട്ട് റാക്കൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ 2 നിലയാണെങ്കിൽ അതിന് മേലിലോട്ടുള്ള ഫ്ലോറ് ഈ ടെറസൊക്കെ കെട്ടിയടച്ച് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അത് ടിൻ ഷീറ്റ് ഇട്ടും ഒരു ഫ്ലോർ പോലും ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയൊക്കെ അങ്ങനെ ഉപയോഗിച്ചുള്ള പ്രശ്നം വെച്ചാൽ അത് വലിയ ഫയർ ആയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് കയറാൻ വഴി പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ടിൻ ഷീറ്റും അതുപോലെ ACP വെച്ചിട്ട് കൺസ്ട്രക്ഷനാണ് സൈഡൊക്കെ. വളരെ ഭംഗി തോന്നിക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊന്ന് പൊളിച്ചിട്ട് JCB ഇത് കൊണ്ടുവന്നിട്ട് പൊളിക്കേണ്ടി വന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ആദ്യത്തെ സമയങ്ങളിൽ വെള്ളം അടിച്ചിട്ട് അകത്തേക്ക് എത്തുന്നില്ലായിരുന്നു. എത്ര വെള്ളം അടിച്ചാലും അകത്തേക്ക് എത്തുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ആ സമയത്ത് അതിന്റെ ബിൽഡിംഗ് റിപ്പോർട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ നേരിട്ട് ചെന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപകടമുണ്ട്, ഇത്രയും സ്റ്റോക്ക് വെക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എല്ലാ വർഷവും റൊട്ടീനായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട് ബിൽഡിങ്ങുകൾക്ക്. അതിൽ എന്തൊക്കെ ചെയ്യണമെന്നല്ല സേഫ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ പലരും അത് പ്രത്യേകിച്ച് ഈ ചെറിയ ബിൽഡിങ്ങുകൾ, കാരണം വലിയ ബിൽഡിംഗ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പലപ്പം റൂൾ പ്രകാരം തന്നെ പുതിയ ബിൽഡിങ്ങിലൊക്കെ ചെയ്യിക്കും. പക്ഷേ പഴയ ബിൽഡിങ്ങുകൾക്ക് ആ റൂൾ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയ പല ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ നിയമപരമായിട്ട് ചെയ്യുന്നതിന് ചില തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. പഴയ ബിൽഡിങ്ങിന്റെ പേര് പറഞ്ഞ് അവർ കുറേയൊക്കെ നിൽക്കും. പക്ഷെ അതിന്റെ പ്രശ്നം ഇങ്ങനെയുള്ള അപകടം വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നുള്ളതാണ്. എന്തായാലും ഈ അശാസ്ത്രീയമായ നിർമ്മാണം, അത് കൃത്യമായ സുരക്ഷാ സംവിധാനം ഇല്ലാത്തുള്ള നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, തൃശൂർ.